സ്ഥലം വേസ്റ്റ് അല്ല, ഇതെൻ്റെ മനസ്സിൻ്റെ വലിയൊരു സന്തോഷം നൽകുന്ന കാര്യമാണ്. മമ്മിയുടെ പൂന്തോട്ടത്തെക്കുറിച്ച് ഒന്ന് പറഞ്ഞേ. ഇത് മമ്മിക്ക് ഒരു ചെറിയ പൂന്തോട്ടമാണുള്ളത്. അത് എൻ്റെ അമ്മ ഒരു വലിയ ഒരു പ്രകൃതി സ്നേഹിയും ഒരുപാട് പൂന്തോട്ടങ്ങളും പച്ചക്കറികളും ഫലവൃക്ഷങ്ങളും എല്ലാം നട്ടുപിടിപ്പിക്കുന്ന ഒരു അപൂർവ വ്യക്തിയായിരുന്നു. അങ്ങനെ ഉള്ള ഒരു പാരമ്പര്യം ഉള്ളത് കൊണ്ടാണ് എനിക്ക് ഒരു ചെറിയ പൂന്തോട്ടം, വീട്ടിലെ പണികളൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. അതിനോടിടയ്ക്ക് കുറച്ച് സമയം കിട്ടുമ്പോൾ ഒരു ചെറിയ പൂന്തോട്ടം. ഇതെൻ്റെ ഒരു പൂന്തോട്ടം എന്ന് പറഞ്ഞാൽ ഇത് ഉള്ളിപ്പൂവാണിത്. ഇതിങ്ങനെ കറികളിലൊക്കെ ചേർത്താൽ നല്ല ടേസ്റ്റ് കിട്ടുന്ന ബിരിയാണി അതുപോലെയുള്ള കറികൾക്ക് ഒക്കെ ഇറച്ചിക്കൊക്കെ ചേർക്കാൻ പറ്റുന്ന നല്ലൊരു സ്പൈസ് ആയിട്ടുള്ള ഒരു ചെടിയാണ്. പിന്നെ അത് ഇങ്ങോട്ട് മാറിയെന്നാൽ ഒരു മാവിൻ തോട്ടമുണ്ട്. ആ മാവിൻ തോട്ടം നന്നായിട്ട് കായ്ക്കുന്ന വലിയ മാങ്ങ കിട്ടുന്ന മാവാണിത്. ഈ മാവിൻ്റെ അടിയിൽ ഞാനൊരു ചെറിയ പുൽത്തകിടി പിടിപ്പിച്ചിട്ടുണ്ട്. അതിങ്ങനെ അവിടെ എൻ്റെക്ക് 5-6 പൂച്ചകളുണ്ട്. അവർ വന്ന് ഇതിൻ്റെ മുകളിൽ റെസ്റ്റ് ചെയ്യുകയും അവിടെ കിടക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പം പിന്നെ ഇത് കാണുന്നവർക്കൊക്കെ നല്ല കൗതുകം, നല്ലൊരു പച്ച പട്ട് വിരിച്ച് വിട്ടിരിക്കുന്നത് പോലെയുള്ള ഒരു പ്രതീതിയാണ് ഉണ്ടാവാറുള്ളത്. പിന്നെ ഇത് ബ്രഹ്മി എന്ന് പറയുന്ന ഒരു ഔഷധ ചെടിയാണിത്. ഇത് വളരെ നട്ടിരിക്കുന്നതാണോ? ഇത് ഒരു പുൽത്തകിടിയായിട്ട് വളർത്തിക്കൊണ്ട് വരുന്ന ഒരിതാ. ഇത് എല്ലാത്തിനും മരുന്നാണ്. ഇത് കണ്ണിൻ്റെ അസുഖത്തിന് മറ്റ് പല രോഗങ്ങൾക്കും ഉള്ള മരുന്നാണ് ബ്രഹ്മി. അത് നട്ടുപഠിപ്പിച്ചിരിക്കുന്നത് ഒരു പുൽത്തകിടിയായിട്ട് തന്നെ വളർത്തിയിരിക്കുവാണ്. ഇത് പുൽത്തകിടിയായിട്ട് വളരുന്നില്ലല്ലോ. പുൽത്തകിടിയായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ അതിന് കുറച്ച് ഷെയ്ഡുകൾ വരുന്നുണ്ട് ഈ മാവിൻ തോട്ടത്തിന്റെ. അല്ലെങ്കിൽ അത് കൂടുതൽ ശക്തിയായിട്ട് വന്നേനെ. എന്നാലും അത്രയും മതി എന്ന് വെച്ചിരിക്കുക. പിന്നെ ഇത് നാരകത്തിന്റെ തോട്ടം. നാരകത്തിന്റെ തോട്ടത്തോടെ ഇങ്ങോട്ട് കടന്നു വന്നു കഴിയുമ്പോഴാണ് മമ്മിയുടെ പൂക്കൾ ഉണ്ടാകുന്ന പൂന്തോട്ടത്തിലേക്ക് കടക്കുന്നത്. ഇത് റോസ്, ഇത് വയലറ്റ്. ഈ ചെടി ഇപ്പം വെട്ടി നിർത്തിയിരിക്കുക. വളർന്നു വരുന്നതേ ഉള്ളൂ. വളർന്നു വരുന്നതല്ല, വലിയ മരമായി. അപ്പം അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അത് ഇവിടെ പ്രൂൺ ചെയ്ത് ചെറിയ ഒരു റൗണ്ടായിട്ട് ഷേപ്പ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് അത് വെട്ടി നിർത്തിയിരിക്കുന്നതാണ്. ഇതും പിന്നെ മമ്മിയുടെ ഇത് കൂട്ട് പൂമരം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചെടിയുടെ ഇല മൊത്തം റെഡ് ആവും. പിന്നെ ഇവിടെ മമ്മിക്ക് കുറച്ച് ഓർക്കിഡ് ഇലയാണ് അതിന്റെ പ്രത്യേകത. ഈ ഇലയുടെ കളറ് ചേഞ്ച് ചെയ്യും. ഈ പച്ച കളറെല്ലാം വെയിലടിക്കുമ്പോഴത്തേക്കിനും നല്ല കടും ചുമപ്പായിട്ട് മാറും. അപ്പൊ ഇത് വളരെ ഇലച്ചെടിയാ, പൂച്ചെടിയല്ല. ഇത് ഇലച്ചെടിയാ. പക്ഷെ ഇതും വെട്ടിയിട്ട് പ്രൂൺ ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് പ്ലാൻ ഇട്ടിരിക്കുന്നത്. ഇതിങ്ങനെ വളർത്തി വിടാനുള്ള അല്ല. പിന്നെ ഇവിടെ മമ്മിക്ക് കുറച്ച് ഓർക്കിഡ്, ആന്തൂറിയം ചെടികളുടെ ഒരു ചെറിയ ഒരു ഇതുണ്ട്. ഒരു ചെറിയ ഒരു കട്ടിക്കാത്ത കൃഷികളുണ്ട്. പിന്നെ ഇതാണ് മമ്മിയുടെ പൂമരം. ഈ മരം കാണാൻ നല്ല ഭംഗിയാണല്ലോ. ഈ മരം പോലെ തന്നെയാണ് ആ വെട്ടി നിർത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ വളർന്നു വരുന്നതാണ് ആ വെട്ടി പ്രൂൺ ചെയ്ത് നിർത്തിയിരിക്കുന്നത്. അതിന്റെ സെയിം തന്നെയാണിത്. പിന്നെ ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ഓർക്കിഡ് ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ പിന്നെ മമ്മിക്ക് മുല്ലയുടെ ഒരു ചെറിയ തോട്ടമുണ്ട്. മുല്ല ചെടി അത് പ്രൂൺ ചെയ്ത് നിർത്തിയിരിക്കുക. അത് നന്നായിട്ട് നിറഞ്ഞ് പൂക്കളുണ്ടാകുന്ന ഒരു പൂന്തോട്ടമായിട്ട് തന്നെ അതവിടെ കയറി വരുന്നിടത്ത് മാറും. പിന്നെ ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ ഇവിടെയും പുൽത്തകിടിയാണോ? ഇവിടെ പുൽത്തകിടിയുണ്ട്. ഈ പുൽത്തകിടി ഇങ്ങനെ പിടിപ്പിച്ചുകൊണ്ടിരിക്കുക. അതിപ്പോ കയറി വരുന്നതേ ഉള്ളൂ. അതിങ്ങനെ ഇങ്ങനെ മുന്നോട്ട് പോയി. ഇതിനിടയിൽ പാമ്പുകളൊക്കെ ഒളിച്ചു കിടക്കില്ലേ? പാമ്പുകളൊന്നും ഒളിച്ചു കിടക്കത്തില്ല. കാരണം എൻ്റെ പൂച്ചകൾ ഇവിടെ റെസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ പാമ്പുകൾ പോയിട്ട് ഒരു മണ്ണിര പോലും ഇവിടെ വരാനായിട്ടുള്ള സാധ്യത ഇല്ല. പിന്നെ നമ്മുടെ വേട്ടക്കാര്, അവരൊക്കെയാണ് നമ്മുടെ വേട്ടക്കാര്. പിന്നെ ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ ഇതാണ് മമ്മിയുടെ റോസ് ഗാർഡൻ. ഈ റോസ് ഗാർഡൻ ഇത് മുഴുവനും മമ്മിയുടെ റോസ് ഗാർഡനാണ്. ഈ റോസ് ഗാർഡനോടനുബന്ധിച്ച് മറ്റു പല ഇഷ്ടമുള്ള പല പൂച്ചെടികളൊക്കെ ഉണ്ട്. ഇത് ഒരു കാര്യം ചോദിക്കട്ടെ, ഇത്രയും റോസ് വെച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ ഇത്ര സ്ഥലം വേസ്റ്റ് അല്ലേ? സ്ഥലം വേസ്റ്റ് അല്ല, ഇതെൻ്റെ മനസ്സിൻ്റെ വലിയൊരു സന്തോഷം നൽകുന്ന കാര്യമാണ്. ഈ റോസ് ഗാർഡൻ ആണ് മമ്മിയുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട്. മമ്മിക്ക് ഈ സ്ഥലത്ത് വല്ല പച്ചക്കറികളും വെച്ചുകൂടെ? പച്ചക്കറികൾ നടാനായിട്ട് വേറെ സ്ഥലങ്ങളുണ്ട്. അവിടെ പച്ചക്കറികളുണ്ട്. അത് വരുമ്പോൾ കാണിക്കുന്നതായിരിക്കും. പിന്നെ ഇങ്ങോട്ട് പോന്നു കഴിയുമ്പോഴത്തേക്കിനും ഇവിടെ എനിക്കൊരു ജമന്തിയുടെ ഒരു വലിയ ശേഖരമുണ്ട്. ജമന്തി, അത് മഞ്ഞ ജമന്തിയാണ്. ഇനി അപ്പുറത്തോട്ട് മാറിക്കഴിഞ്ഞെന്നാൽ പിന്നെ എനിക്കുള്ളത് ഇത് വെള്ള ജമന്തി. ഇത് വെള്ള ജമന്തിയുടെ ശേഖരമായി. ഇത് വെള്ള ജമന്തിയുടെ
ഉം. പിന്നെ ഇത് ഇങ്ങോട്ട് പോന്നു കഴിയുമ്പോൾ ഇത് കുറച്ച് ഔഷധ ചെടികളാണ്. ഇതിന്റെ പേര് മുറിവുണക്കി എന്നാണ്, മുറിവ് എല്ലാം മാറും. പിന്നെ ഇതിന്റെ പേര് പനിക്കൂർക്ക എന്നാണ്, പനിക്കൂർക്ക. മമ്മി ആയുർവേദത്തിലാണോ ആയുർവേദത്തിലാണ്. ആയുർവേദത്തിലുള്ള ചെടികളെല്ലാം തന്നെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തോട് മാറിയെന്നാൽ അവിടെ ഒരു മൈലാഞ്ചി ഉണ്ട്. പിന്നെ ഇത് ഒരു വലിയൊരു ഫലവൃക്ഷമാണ്, സ്റ്റാർ ഫ്രൂട്ട് എന്നാണ് ഇതിന്റെ പേര്. ഇതിന്റെ പഴം വളരെ മധുരമുള്ളതും മധുര അച്ചാർ ഉണ്ടാക്കുന്നതിനൊക്കെ ആയിട്ട് ഇത് ധാരാളം പൂക്കുകയും കായ്ക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. പിന്നെ ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ പിന്നെ മമ്മിക്ക് ഇവിടെ ഉള്ളത് പച്ചക്കറി തോട്ടമാണ്. കാന്താരിത്തോട്ടം. പച്ചക്കറി തോട്ടത്തില് അതിന് ആ സൈഡിലൊരു മൈലാഞ്ചി നിൽക്കുന്നുണ്ട്. പിന്നെ ഇത് മുളകുകളുണ്ട്, ഇത് മൈലാഞ്ചി, പിന്നെ ഇത് കൂട്ട് തുളസിച്ചെടി, ഔഷധച്ചെടിയുണ്ട്. പിന്നെ അലോവേരയുടെ വലിയൊരു ശേഖരമുണ്ട്. പിന്നെ മമ്മിക്ക് ഏറ്റവും ഫേവറേറ്റ് ആണ് കറിവേപ്പ്. ഈ കറിവേപ്പില അപ്പുറത്ത് വലിയ മരം നിൽപ്പില്ലേ? മരം നിൽക്കുന്നുണ്ടെങ്കിലും അതെപ്പോഴും എടുക്കാനും ഉപയോഗിക്കാനും പറ്റത്തില്ല. പിന്നെ ഇത് വെള്ളം വരുന്ന സ്ഥലമായതുകൊണ്ട് എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള ഇല കിട്ടുന്നതിനുള്ള ഒരു കാര്യം ഉള്ളത് കൊണ്ടാണ് ഇതിന്റെ ഈ പിന്നെ മമ്മിയുടെ ഗാർഡനോടനുബന്ധിച്ച് ഈ കറിവേപ്പിൻ തോട്ടവും പിടിപ്പിച്ചിരിക്കുന്നത്. പിന്നെ മമ്മിക്ക് ഇവിടെ ഒരു ചെറിയ ഒരു ഈ അലോവേര മറ്റുള്ളവർക്ക് എടുക്കാൻ അലൗഡാണോ? അലൗഡാണ്. ആര് വന്ന് ചോദിച്ചെന്നാലും ഈ അലോവേരയുടെ ഇലയ ഒക്കെ തയ്യ് ഒക്കെ എന്നോട് മേടിക്കാനും കൊടുക്കാറുണ്ട്. പിന്നെ ഞാനിവിടെ ഒരു ചെറിയൊരു തോട്ടം പിടിപ്പിക്കാനായിട്ട് തുടങ്ങുകയാണ്. അത് ഈ പിന്നെ മുളകിൻ്റെ തോട്ടമാണ്. ഈ വെറൈറ്റി മുളകുകളാണ്. ഈ പിന്നെ പ്രത്യേകതരം പൂക്കൾ പോലെ ഉണ്ടാകുന്ന റെഡ് കളറിലുള്ള പിന്നെ മുകളിലോട്ട് ഇങ്ങനെ നിൽക്കുന്ന സൈസ് മുളകുകൾ, അങ്ങനെയൊക്കെ മുളകിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള ഒരു തോട്ടം ഉണ്ടാക്കാനായിട്ട് ഉള്ള അല്ലാതെ പാകിയിരിക്കുന്നതാണിത്. ഇപ്പോൾ അങ്ങനെ ഒക്കെയാണ് ഇപ്പോൾ എൻ്റെ ഒരു തോട്ടം. ഇനി മുന്നോട്ട് കുറച്ചുകൂടെ കൂടുതലായിട്ടൊക്കെ ചെടികളൊക്കെ, ഔഷധ ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കാനും ഒക്കെ ആയിട്ടുള്ള പ്ലാനുണ്ട്. ഔഷധ ചെടികളെല്ലാം കുറെ വാങ്ങാനായിട്ടൊക്കെ പ്ലാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ മമ്മിക്ക് ഒരു നീലയമരി എന്ന് പറയുന്ന ഒരു ഔഷധ ചെടിയുണ്ട്, നീലയമരി. ഇതാണ് നീലയമരി. ഇത് പിന്നെ ഈ മുടിക്കൊക്കെ വളരാനും പിന്നെ അതിന് കളർ ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് ഉള്ള ഒരു ചെടി. അപ്പം മൈലാഞ്ചി, നീലയമരി, പനിക്കൂർക്ക, കറിവേപ്പില, അങ്ങനെയുള്ള എല്ലാം മുടിക്ക് വളരുന്നതിനായിട്ടുള്ള കാര്യമൊക്കെയായിട്ട് നട്ടുപിടിപ്പിച്ച് അവനവൻ്റെ മുറ്റത്ത് തന്നെ നട്ടുപിടിപ്പിക്കാനുള്ള ഒരു താല്പര്യം കൊണ്ടാണ് അങ്ങനത്തെ ചെടികളെല്ലാം വച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കൃഷികളൊക്കെ എല്ലാം ഡാഡിയുടേതാണ്. അത് ഡാഡിയുടെ കൃഷികൾ എല്ലാ കൃഷികളും ധാരാളം ഉണ്ട്. ഇത് മമ്മിക്കായിട്ട് ഇത്രയാണ് ഉള്ളത്. ഓക്കെ, അപ്പം പൂന്തോട്ടത്തെക്കുറിച്ചുള്ള വിവരണമാണ് ഇവിടെ കേട്ടത്. മമ്മിയുടെ പൂന്തോട്ടം മമ്മിക്ക് വലിയ സന്തോഷം നൽകുന്നു എന്നാണ് മമ്മി പറഞ്ഞത്, അല്ലേ അമ്മി? വലിയ സന്തോഷമാണ്. ഞാൻ ഒരു 2 മണിക്കൂർ എല്ലാ ദിവസവും ഇതിൻ്റെ അടുത്ത് വന്ന് ഇതിൻ്റെ ചെടികളിലെല്ലാം അടുത്ത് പോയി അവർക്ക് വേണ്ടുന്ന സംരക്ഷണവും വെള്ളവും വളവും കീടങ്ങളെയൊക്കെ നശിപ്പിക്കാൻ എല്ലാം ചെയ്യാറുണ്ട്. 2 മണിക്കൂർ എല്ലാ ദിവസവും തന്നെ എല്ലാ ചെടികളുടെയും ചുവട്ടിൽ പോകാറും അവരെ നിരീക്ഷിക്കാറുമുണ്ട്. അല്ലെങ്കിൽ അതൊന്നും അത്രയ്ക്ക് പിടിക്കത്തില്ല.